ഹരിസാർ, നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പാശ്ചാത്യരൊക്കെ പണ്ടുകാലം മുതൽക്ക് തന്നെ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് അറിവ് തേടിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പല ആളുകളും അങ്ങനെ സംസാരിക്കുന്നതും പല ആളുകളും എഴുതിയതുമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, നളന്ദ, തക്ഷശില തുടങ്ങിയിട്ടുള്ള സർവകലാശാലകൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് മറ്റ് ആളുകൾ ഈ വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഭാരതത്തിൽ ഇതൊക്കെ നിലനിന്നിരുന്നു എന്ന തരത്തിലുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒപ്പം വൈദ്യത്തിലായാലും ജ്യോതിശാസ്ത്രത്തിലായാലും ഈ കണക്കിലായാലും ഈ പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തത്തിലായാലും ആര്യഭട്ട അതുപോലുള്ള ഭാസ്കരാചാര്യരെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ, അത്തരത്തിലുള്ള ആളുകൾ, ഗണിതശാസ്ത്ര വിദഗ്ധന്മാർ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർജറിയുടെ കാര്യത്തിൽ ഭാരതത്തിന് അതിൻ്റേതായ പങ്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. സുശ്രുതൻ്റെ സംഹിതയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഇരുമ്പ് യുഗവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ശിലായുഗങ്ങൾക്കൊക്കെ ശേഷം ഇരുമ്പ് യുഗത്തിലാണ് നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഉന്നതി അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. അത് ഇതുവരെ വിചാരിച്ചതിൽ നിന്നും അപ്പുറത്തേക്ക് അതിൻ്റെ തുടക്കം ഭാരതത്തിൽ നിന്നാണ് എന്നൊരു പഠനം ഇപ്പോൾ വരുന്നുണ്ട്. അതും വെറുതെ ആരെങ്കിലും ഒന്ന് പഠിക്കുന്നതല്ല, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പഠനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എന്തൊക്കെയാണ് സാർ ഈ കണ്ടെത്തലുകൾ? ഇത് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയെ മറ്റു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രാധാന്യം, ഇന്ത്യയുടെ പ്രാധാന്യം കൂടുതലാക്കി മാറ്റുന്നത്? എന്തൊക്കെയാണ് ഇതിലെ വിവരങ്ങൾ? മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ടാണ് അയൺ ഏജ് അഥവാ ഇരുമ്പുരുക്ക് യുഗത്തിനെ കുറിച്ച് പറയുന്നത്. ഈ ഇരുമ്പുരുക്ക് യുഗം തുടങ്ങുന്നതിന് മുമ്പ് ബ്രോൺസ് ഏജ്, അതിനു മുമ്പ് ഏറ്റവും പൗരാണിക കാലത്ത് സ്റ്റോൺ ഏജ്, അങ്ങനെയായിരുന്നു മാനവ പുരോഗതി ഉണ്ടായത്. അപ്പോൾ ഈ അയൺ ഏജ് തുടങ്ങുന്നത് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത്, നമ്മളെന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്ര ലോകം, അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും യൂറോപ്പിലായാലും നമ്മൾ ധരിച്ചിരുന്നത് അയൺ ഏജ് തുടങ്ങുന്നത് ഇന്നത്തെ ടർക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് സിറിയ, ടർക്കി തുടങ്ങിയ രാഷ്ട്രങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് ഈ അയൺ ഏജ് തുടങ്ങുന്നതെന്നാണ്. അന്ന് അതിന് തെളിവായിട്ട് പറയുന്നത് അവിടെ നിന്ന് ലഭിച്ച ചില ഇരുമ്പിൽ ലഭിച്ച ചില ഇൻസ്ക്രിപ്ഷൻസ്, ചില ആയുധങ്ങളൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ തുർക്കിയെ ഭരിച്ചിരുന്നത് രണ്ട് അതിശക്തരായ രാജ്യങ്ങളുണ്ടായിരുന്നു അവിടെ. ഇന്നത്തെ ടർക്കി അതുപോലെ തന്നെ സിറിയ, ഈ രണ്ട് രാജ്യങ്ങളായിട്ട് വ്യാപിച്ചു കിടന്ന മിതാണി, ഹിറ്റൈറ്റ്സ്. അതിലെ അനറ്റോളിയ എന്ന് പറയുന്ന ഇന്നത്തെ ടർക്കിയുടെ നഗരത്തിലാണ് ഹിറ്റൈറ്റ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത്. അത് അതിനകത്തിൽ വേറൊരു വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം ഉള്ളത്, ഈ രണ്ട് സാമ്രാജ്യങ്ങളും വേദിക് സംസ്കാരത്തിലുള്ളതായിരുന്നു. ശരിക്കും ലോകത്ത് നമ്മൾ ഇന്ന് പര്യവേക്ഷണം നടത്തി പുറത്തെടുത്തിട്ടുള്ള സംസ്കൃതത്തിലുള്ള ആദ്യത്തെ ലിഖിതം ഇന്നത്തെ ടർക്കിയിൽ, അതായത് ഈ ഹിറ്റൈറ്റ് സാമ്രാജ്യത്തിൽ നിന്ന് ലഭിച്ച ബോഗസ്കോയ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതാണ്. അത് മിതാണിയും ഹിറ്റൈറ്റ് രാജാക്കന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ദ്രനെയും വരുണനെയും സാക്ഷി നിർത്തി അവർ ഒപ്പിട്ട ഒരു കരാറാണ്. അത് പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ അവിടെയാണ് ഈ ഇരുമ്പ് ഉരുക്ക് ആയുധങ്ങളും അത് ഈ സംസ്കാരം തുടങ്ങിയത്. അത് BC 1300 ശാസ്ത്രം ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് 8 സംസ്ഥാനങ്ങളിലായിട്ട് 27 സൈറ്റുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പര്യവേക്ഷണങ്ങളുടെ ഫലം ഏതാണ്ട് പുറത്തു വന്നിരിക്കുന്നു. ഇനി വളരെ കുറച്ച് മാത്രമേ അത് പൂർത്തീകരിക്കാനുള്ളൂ. അപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം എന്ന് പറയുന്നത്, നമ്മൾ കരുതിയ പോലെ ടർക്കിയിലല്ല, ഇന്ത്യയിലാണ് ഇരുമ്പ് യുഗം, അതായത് അയൺ ഏജിന്റെ തുടക്കം ഇന്ത്യയിലാണ്. ഈ 27 സൈറ്റുകളിൽ നിന്നും വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇരുമ്പ് ആയുധങ്ങൾ, അതുപോലെ തന്നെ കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്ന വിവിധ തരം ഇംപ്ലിമെന്റ്സ്, ഇതൊക്കെ നമ്മൾ പര്യവേക്ഷണം ചെയ്ത് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ഇവിടുത്തെ മതേതര ഇടതുപക്ഷ പുരോഗമനവാദികളൊക്കെ പറയും നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്നു. വേറൊരു കൂട്ടർ പറയും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉള്ളതുപോലെ ചില വിമാനങ്ങളെ കുറിച്ചുള്ള പരാമർശം അന്ധവിശ്വാസം, പിന്നെ അതിനെതിരെ നിയമം കൊണ്ടുവരണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ചേർത്തല തൊട്ട്
എറണാകുളം വരെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്രകലാജാഥയെ പങ്കെടുത്തതാണ്. ഇതിൽ പലരുടെയും ശാസ്ത്രവുമായിട്ടുള്ള ബന്ധം. ശാസ്ത്രത്തെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തവരായിരിക്കും, സ്യൂഡോ സയന്റിസ്റ്റുകളായിരിക്കും. പക്ഷെ ഇവർ പറയുന്നത് കേട്ടാൽ ശാസ്ത്രത്തിന്റെ കുത്തക അവർക്കാന്ന് പറയും. പക്ഷെ ഭാഗ്യത്തിന് ഈ പര്യവേഷണം നടത്തിയത് അവരൊന്നും നമ്മുടെ ഇന്ത്യക്കാരല്ല. അത് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ, ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രഗത്ഭമായ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ഒരു സംഘമാണ്. അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഈ പര്യവേഷണം നടത്തിയത്. അതിനുശേഷം അവർ പിന്നെ അവരുമായിട്ട് സംസാരിച്ച ഈ റിപ്പോർട്ട് ആദ്യമായിട്ട് 2 ദിവസത്തിന് മുമ്പ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് BBC-യിലാണ്, ഇന്ത്യൻ പത്രങ്ങളിലൊന്നും അല്ല. അപ്പൊ ഇനിയിപ്പോ ഇവിടുത്തെ ഇടതുപക്ഷ മതേതര ആൾക്കാർക്കൊന്നും വിശ്വസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഇനി രാഘവവാര്യരെ പോലുള്ള ആൾക്കാരുടെ പുതിയ തിയറികൾ വരുന്നവരെ നമുക്ക് കാത്തിരിക്കുക ഏതായാലും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കണ്ടുപിടുത്തം ഇവരുടെ പര്യവേഷണത്തിന്റെ ഫലം അനുസരിച്ചിട്ട്, നിഗമനങ്ങൾ അനുസരിച്ചിട്ട്, അത് നിഗമനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ഊഹാപോഹമല്ല, അവിടുന്ന് കുഴിച്ചെടുത്ത വസ്തുക്കളുടെ അടിസ്ഥാനത്തിലുള്ള പിന്നെ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് BC 2940 തൊട്ട് BC 3450 വരെ നീളുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് സിറിയയിലെ അയൺ ഏജ് തുടങ്ങുന്നതിന് ഏതാണ്ട് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെ അയൺ ഏജ് തുടങ്ങിയിരുന്നു. അപ്പം മനുഷ്യ പുരോഗതിയുടെ തുടക്കം ഇന്ത്യയിൽ നിന്നാണ്. അത് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഈ അയണേജിന്റെ കാലഘട്ടത്തിലാണ് സംസ്കാരവും ശാസ്ത്രവും അതുപോലെ തന്നെ കൃഷിയും എല്ലാം വികസിക്കുന്നത്. കാരണം ഈ അയണേജിലാണ് നമ്മൾ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്, അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്, അതുപോലെ തന്നെ നമ്മൾ വിവിധ തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. ഇത് മനുഷ്യരാശിയുടെ പുരോഗതിയിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ അയണേജ്. ഈ അയണേജിൽ നിന്നാണ് പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അത്ഭുതകരമായിട്ട് ഈ പര്യവേഷണം ചെയ്തെടുത്ത സ്ഥലത്തു നിന്ന് കണ്ട ഉപകരണങ്ങളിൽ ചിലതിലൊക്കെ ഇന്നത്തെ ക്വാളിറ്റിയുള്ള സ്റ്റീലിനെ വെല്ലുന്ന ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അത് കാർബണുമായിട്ട് മിശ്രിതം ചെയ്തിട്ട് അവർ പറയുന്നത് തമിഴ്നാട്ടില് ഏറ്റവും ഒടുവിൽ ഇപ്പൊ 6 സ്ഥലങ്ങളിൽ പിന്നെ പര്യവേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തമിഴ്നാട്ടിലെ ഈ 6 സ്ഥലങ്ങൾ, അതായത് ഞാൻ 2-3 ഓർക്കുന്ന പേരുകൾ ഞാൻ പറയാം. ആദിച്ചനെല്ലൂർ, കൊല്ലം ജില്ലയിലെ ഒരു ആദിച്ചനെല്ലൂർ ഉണ്ട്, അതല്ല, തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂർ, അതുപോലെ മയിലാടും പാറ, പിന്നെ മാങ്ങാട്, അങ്ങനെ വീണ്ടും 3 സ്ഥലങ്ങളോടുണ്ട്. ഇവിടുത്തെ പര്യവേഷണത്തിന്റെ ഫലമായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ചിട്ട് അവിടെ ഈ ഇരുമ്പ് അയിര് ഉരുക്കുന്ന ഫർണസുകൾ ഉണ്ടായിരുന്നു. ഈ ഇരുമ്പിന്റെ സ്ലഗ് എന്ന് പറയുന്നത് അത് അവിടെ നിന്ന് കുഴിച്ചെടുത്തതിൽ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോ നമ്മള് പിന്നെ ഈ സിറിയയിലൊക്കെ ഉരുക്കുണ്ടാക്കിയിരുന്നത് ഈ ഉൽക്കകളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ വീഴും. പിന്നെ യൂറോപ്പിലും സിറിയയിലുമൊക്കെ, അതായത് പശ്ചിമേഷ്യയിലും എല്ലാം കിട്ടിയ ഇരുമ്പ് ഉരുക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂമിയിൽ പതിച്ച ഉൽക്കകളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ്. അല്ലാതെ ഇരുമ്പ് അയിര് ഉരുക്കി അത് ഫോർജിങ് എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തി, ഷേപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അതായത് ഉപകരണങ്ങളാക്കി മാറ്റിയെടുക്കുന്ന തരം ടെക്നോളജി, ആധുനിക ടെക്നോളജി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അതായിരുന്നു. അല്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ആകാശത്തുനിന്ന് വീണ ഒരു ഉൽക്കയിൽ നിന്നല്ല. ഇവിടെ ഇരുമ്പയിരിൽ ഉരുക്കിയെടുത്ത് അതിൽ നിന്ന് ഫോർജ് ചെയ്ത് അതിൽ നിന്ന് പിന്നെ ഉപകരണങ്ങൾ ഉണ്ടാക്കി, അങ്ങനെയായിരുന്നു ഇവിടെ പിന്നെ സാങ്കേതിക വിദ്യയുടെ വളർച്ച. അപ്പൊ നമ്മളെ ഞെട്ടിക്കുന്ന സാങ്കേതിക വിദ്യയൊക്കെ ഉടമസ്ഥരായിരുന്നു ഇന്ത്യക്കാർ. അതും BC 3000 എന്നൊക്കെ പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇപ്പോൾ ലോകം കണ്ടതിൽ നിന്നും എത്രയോ മുൻപായിരുന്നു ഇന്ത്യയിലെ അയണേജ് നിലനിന്നിരുന്നത്. അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ സാങ്കേതിക വിദ്യയുടെ തുടക്കം. ദൗർഭാഗ്യവശാൽ നമ്മൾ പിന്നീട് ഏതാണ്ട് AD 10-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും, ഏത് സംസ്കാരവും അങ്ങനെയാണ്, കുറച്ചു കഴിയുമ്പോൾ ഇല്ലാതാവും. ഇപ്പം പണ്ടത്തെ പണക്കാരാണോ ഇപ്പോഴത്തേത്? അതങ്ങനെയാണ്. അവരുടെ തലമുറകൾ കുറെ പേര് ചിലപ്പോൾ അലസരാകും, അവർക്ക് മറ്റെന്തെങ്കിലും കാരണവശാൽ അത് അങ്ങനെയാണ് ഭൂമിയിൽ ഒരു ബാലൻസിങ് നടക്കുന്നത്. പക്ഷേ ഇതിന്റെ തുടക്കം ഇന്ത്യയിൽ നിന്നായിരുന്നു എന്നുള്ളതിൽ അർത്ഥശങ്ക വേണ്ട, അത് യാതൊരു സംശയം വേണ്ട. ഇത് വളരെ കൃത്യമായ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളുമാണ്. ഈ ഗവേഷണങ്ങള് ദൗർഭാഗ്യവശാൽ ഞാൻ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളോ ഒന്നും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാതെ. BBC റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസമായി BBC റിപ്പോർട്ട്. ഞാൻ BBC റിപ്പോർട്ട് വായിച്ചിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ അക്കാഡമിക്, അതായത് പിന്നെ അധ്യാപന ലോകം, കോളേജുകളിലും ഒക്കെയുള്ള പ്രൊഫസർമാർ, അതല്ലെങ്കിൽ മാധ്യമ ലോകം, ഇതെല്ലാം തന്നെ
ഈ പൂർണ്ണമായിട്ട് ഇടതുവൽക്കരിക്കപ്പെട്ട ഒരു ലോകമാണ്. അത് അവർ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കും. നമ്മുടെ കോളേജുകളിലും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ കള്ളങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഇവരൊന്നും തന്നെ വസ്തുതകൾ പറയാനോ വസ്തുതകൾ കണ്ടെടുക്കാനോ അവർ തയ്യാറല്ല. അവർക്കൊരു വീക്ഷണമുണ്ട്, അതിനപ്പുറത്തോട്ട് അവർ പോയില്ല. ഈ ഇംഗ്ലീഷിലെ സൈക്കോളജിയിൽ ഒരു വാക്കുണ്ട്, ആങ്കറിങ് ബയസ് എന്ന് പറയും. ഈ ആങ്കറിങ് ബയസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഇപ്പൊ നമ്മള് ശരിയെന്ന് വിചാരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടാലും നമ്മുടെ ബുദ്ധിയും മനസ്സും അതിനെ അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല. ഈ ആങ്കറിങ് ബയസ് ഉള്ള ഒരാളിന് മുന്നിലേക്ക് നിങ്ങൾ തെളിവ് സഹിതം കൊണ്ടൊരു വസ്തുത അവതരിപ്പിച്ചാലും ഈ വ്യക്തി അത് തള്ളിക്കളയും. അത് അയാളുടെ കുഴപ്പമല്ല, അത് അയാളുടെ അതായത് അയാളുടെ ബുദ്ധിയും മനസ്സും ഒരു പ്രത്യേക രീതിയിൽ പരുവപ്പെട്ടു. പിന്നീട് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇവര് ഉൾക്കൊള്ളുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവരുടെ ദൃഷ്ടിയിൽ അന്ധവിശ്വാസമാണ്. അപ്പം ഈ തമിഴ്നാട്ടിൽ ഈ പറയുന്ന അല്ലെ ഇന്ത്യയിൽ ഈ 28 സൈറ്റുകളിൽ എക്സ്കവേഷൻ നടന്നു, അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വസ്തുതകളുണ്ടെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ ഇടത് ചരിത്രകാരന്മാരും ഇടത് ശാസ്ത്രജ്ഞന്മാരും പിന്നെ ഈ പരിഷത്തൊക്കെ അങ്ങനത്തെ അവരുടെ കുറെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ഉണ്ട് ഇടതുപക്ഷത്തിന്റെ. അപ്പൊ അവരൊന്നും ഇത് അംഗീകരിക്കത്തില്ല. അവര് പകരം അവരുടേതായ ഒരു ചരിത്രം ഇരുന്ന് വീട്ടിലിരുന്ന് രാവിലെ രാത്രി ഒരു സ്വപ്നം കണ്ടാൽ എഴുതും. ഇത് നമ്മള് ഇതെല്ലാം വസ്തുതകളാണ്. ഇവിടെ നിന്നൊക്കെ ആയുധങ്ങൾ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് ഡേറ്റിംഗ് വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. എന്തായാലും ലോക ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പല സാങ്കേതിക വിദ്യകളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ മഹത്തായ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. ആ മൗര്യ സാമ്രാജ്യമൊക്കെ എന്തുകൊണ്ടാണ് മൗര്യന്മാര് ലോകത്തെ കീഴടക്കുന്ന ചക്രവർത്തിമാരായത്? വളരെ ലളിതമാണ്. അവർക്ക് ഇരുമ്പിന്റെയും ഉരുക്കിന്റെയും ടെക്നോളജി അവർക്കുണ്ടായിരുന്നു. ആ ടെക്നോളജി കൊണ്ടാണ് അവർ ആയുധങ്ങൾ ഉണ്ടാക്കിയതും അവര് അതുപയോഗിച്ച് രഥങ്ങളും തേരുകളും ഒക്കെ ഉണ്ടാക്കി. അത് ഇവിടെ ചിലർ പറഞ്ഞ രഥവും തേരും ഒന്നും ഇന്ത്യയിലില്ലെന്ന്, അതൊക്കെ തെറ്റാണ്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് പുതിയ സത്യങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തപ്പെടും. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. തീർച്ചയായും സാർ. എന്തായാലും ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ മെനഞ്ഞെടുത്ത പുതിയ ചരിത്ര നിർമ്മിതികൾ, ഈ നുണയിൽ പൊതിഞ്ഞ ചരിത്ര നിർമ്മിതികളെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ശാസ്ത്രം തന്നെ ഇപ്പോൾ തെളിവുകളോടെ മുന്നോട്ട് വരുന്നത് എന്നതാണ് അതിൽ ഏറ്റവും ആശ്വാസകരമായ ചില കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിലെ ഈ ഇടത് നവയുഗ ആളുകൾ അല്ലെങ്കിൽ എന്താണ് പ്രൊഫസർമാർ, ചരിത്രകാരന്മാരൊക്കെ ഇത് അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ശാസ്ത്രീയമായ സത്യത്തെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇത് ലോകത്തിൻ്റെ മുന്നിൽ അംഗീകരിക്കപ്പെടും എന്നുള്ള കാര്യം ഒരു സത്യമാണ്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി.